तीसरे कार्यकाल में ये भ्रष्ट जो हैं, जिन पर कार्रवाई चल रही है और जो है अभी भी जिन पर हुई नहीं है, उनके लिए क्या मैसेज है आपका? ഞാൻ പറയുന്നത് എന്റെ മെസ്സേജ് എന്റെ സർക്കാരിന്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റാണുള്ളത്. എനിക്ക് പറയാനുള്ള മെസ്സേജ് ഞാനെന്ന വ്യക്തിയെന്ന നിലയിലുള്ളതായിരിക്കും. എന്റെ മെസ്സേജ് എന്റെ കമ്മിറ്റ്മെന്റുകളുമായി മുന്നോട്ട് പോകുന്നതാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ഞാൻ വളരെ കമ്മിറ്റഡാണ്. എനിക്കെന്റെ രാജ്യത്ത് ഈ അഴിമതിയെന്ന് പറയുന്ന കളി നിർത്തലാക്കണം. നാം എങ്ങനെയാണോ ചില കാര്യങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ അഴിമതിയെ തടയാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനൊരു ന്യായാധിപനല്ല, അതുകൊണ്ട് തീരുമാനം പറയാൻ പറ്റില്ല. ഒരു പോലീസുകാരനല്ല, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. എനിക്ക് സർക്കാരിന് സൂചന മാത്രം നൽകാനേ പറ്റൂ. എന്റെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഈ കറപ്ഷന്റെ കാര്യത്തിൽ ഞങ്ങൾ സീറോ ടോളറൻസ് ആയിരിക്കും. സീറോ ടോളറൻസ്. കോംപ്രമൈസ് എന്നൊരു വാക്ക് ഇതിനകത്ത് വരുന്നതേയില്ല. അത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. കോംപ്രമൈസ് ചെയ്യില്ല. എന്നാൽ ഈ കാര്യം ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഞാനിവിടെ വരുന്നു, ഉപദേശിക്കുന്നു, പോകുന്നു, എന്തൊക്കെ ചെയ്താലും അതൊന്നും ശരിയാവില്ല. പറയാം. ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ പോലെയുള്ള ഏകദേശം 35 ലക്ഷം കോടിയോളം രൂപ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ലഭിച്ചു. ഏകദേശം 35 കോടി രൂപയോളം. പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ 1 രൂപ അയച്ചു കഴിഞ്ഞാൽ 15 പൈസയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ഉപ്പിന്റെ അളവിൽ ആളുകൾ എത്തിയേനെ. ഇന്ന് ഞങ്ങൾ കൊടുത്ത അത്രയും രൂപ മുഴുവൻ തന്നെ, അതായത് 1 രൂപ അയച്ചാൽ അത് കൃത്യമായി ലഭിക്കും. എനിക്ക് ജൻധൻ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും ബാങ്കുകളുമായി വീഡിയോ കോൺഫറൻസ് നടത്തുമായിരുന്നു. അതും സ്ഥിരമായി. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം. ഒപ്പം ആധാർ, മൊബൈൽ, കൂടാതെ ജൻധൻ അക്കൗണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വച്ചിരുന്നതാണ്. ക്ലിയറായിരുന്നു. ഒരുപാട് പേർക്ക് കൃത്യമായി പണം ലഭിച്ചു.